അതിങ്ങ് വന്നേ, അങ്ങോട്ട് വന്നേ. ഏത്? ഞാൻ സോർട്ട് ചെയ്തോളാം. അതല്ല, അതിനകത്തൊരു കത്ത് വേറെയാ. അങ്ങോട്ട് വന്നേ. ഏതെന്ന് പറ. KP അമ്മണിക്കുട്ടി KJ ഹൗസ്, അതിങ്ങ് വന്നേക്കൂ. KP അമ്മണിക്കുട്ടി KJ ഹൗസ്. ഇത് ഞാൻ കൊടുത്തോളാം. എന്താ? വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മര്യാദ കത്ത് തരുന്ന നല്ലത്. ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും. ആരാ വെളിയിലാന്ന് നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാറിനോട് കളി വേണ്ട. കാണാമടാ. കാണാം. അല്ല, കൊച്ചുകുട്ടമ്പിള്ള ഫയൽവാൻ എന്ന് പറയുന്നത് ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പുതുതായി ചാർജ് എടുത്തിട്ടുള്ള പോസ്റ്റ്മാനാണ്. ഞാൻ സാധാരണ പാന്റും ഷർട്ടുമാണ് ഇടുന്നത്. പിന്നെ ഇതൊരു കുഗ്രാമമായതുകൊണ്ട് വെറുതെ ഒരു ചേഞ്ചിന് മുണ്ടും മനിയനും മതിയെന്ന് വിചാരിച്ചു. അവിടെ വേറെ ഒരുത്തരുണ്ടായിരുന്നല്ലോ, അവൻ പോയോ? അവനെ ഞാൻ അവിടെ ഇരുത്തിയിരിക്കുക. അവിടെ ഇരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാ പിന്നെ അവനെ എതിർക്കാൻ പറ്റില്ലേ. അതെന്താച്ചാ അവന്റെ എന്റെ ശമ്പള സ്കെയിൽ വെച്ച് നോക്കുമ്പോ അവൻ എന്നോട് ഒന്നും പറയാൻ പറ്റില്ലേ. ആശാൻ എവിടേക്കാ? വൈദ്യശാല വരെ. അയ്യോ, ആശാൻ നല്ലൊരു വൈദ്യൻ കൂടിയാണെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ അങ്ങനെ ഇങ്ങനെ ആരും ചികിത്സിക്കാറില്ല. പക്ഷേ കൊച്ചുകുട്ടമ്പിള്ള ഫയൽവാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ബഹുമാനവും ഭയവും ഒക്കെയാ. എവിടെയാ നാട്? പയ്യോളി. നമ്മുടെ PT ഉഷയുടെ കോഴിക്കോടിനടുത്താ. എന്താ, കത്ത് വല്ലതുണ്ടോ? കത്തുണ്ട്, പക്ഷെ ആശാനല്ല. ആരാ ഈ KP അമ്മണിക്കുട്ടി? എന്റെ മോള്. ആൾക്കാരാ കത്തയക്കാൻ? അതെനിക്കറിയില്ല. ആ പേരിൽ ഒരു കത്തവിടെ കണ്ടു. അവൻ പറഞ്ഞു അവൻ കൊടുത്തോളാമെന്ന്. ആര്? ഇപ്പൊ ഞാൻ അവിടെ ഇരുത്തിയിട്ട് വന്നില്ലേ, ആ ക്ലാസ് 4 ജീവനക്കാരനെ. പെൺകുട്ടികളാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ആരുടെ കത്താണ്, എന്തിനുള്ള കത്താണ്. എനിക്കും സഹോദരിമാരൊക്കെ ഉണ്ടേ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. രാധയ്ക്ക്